എല്ലാവർക്കും നമസ്കാരം. ജോലി ചെയ്യുന്ന ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവണം, പ്രൊമോഷൻസ് ലഭിക്കണം എന്നൊക്കെ ഉള്ളത്. ഇന്ന് വളരെ കോമ്പറ്റീറ്റീവാണ് ഏത് സ്ഥാപനത്തിലും നല്ല ശക്തമായ വളർച്ച കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ എന്ന് പറയുന്നത്. കാരണം എല്ലാവരും നന്നായി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ആളുകൾക്കായിരിക്കും എപ്പോഴും പ്രൊമോഷൻസും കരിയർ ഗ്രോത്തും ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രൊമോഷൻസൊക്കെ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു 7 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, എക്സ്പ്രസ് യുവർ സെൽഫ് ക്ലിയർലി ആൻഡ് കോൺഫിഡൻ്റ്ലി. നമുക്ക് എന്തെങ്കിലും ഒരു വേദി കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് മീറ്റിങ്ങുകളിലൊക്കെ വളരെ ക്ലിയറായിട്ടും കോൺഫിഡൻ്റായിട്ടും നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക. നമ്മുടെ കാര്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ സ്ഥാപനത്തിൽ നമ്മൾ ചെയ്യുന്ന റോളുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിന് സഹായിക്കുന്ന ഐഡിയാസ്, ഒപ്പീനിയൻസ്, നമ്മുടെ വിശ്വാസങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടും കോൺഫിഡൻ്റായിട്ടും അവതരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്തെങ്കിലും പറയുക എന്നുള്ളതല്ല, പറയുന്ന കാര്യങ്ങളിൽ വ്യക്തമായൊരു ലോജിക്കും ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളെ വളരെയധികം അവിടെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ വരും. 2, ബി എന്തൂസിയാസ്റ്റിക് ആൻഡ് എൻഗേജ്ഡ്. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസിലും നമ്മുടെ ബിഹേവിയറിലും ഒക്കെ ഒരു എനർജി കാണിക്കുക, എന്തൂസിയാസം, ചുറുചുറുക്ക് കാണിക്കുക, നമ്മളെപ്പോഴും എൻഗേജ്ഡായി നിൽക്കുക, നമ്മുടെ സ്ഥാപനം എന്ന വിചാരവികാരത്തോടുകൂടി തന്നെ പ്രവർത്തിക്കുക. അങ്ങനെ നമ്മൾ ഫുള്ളി പ്രസൻ്റായ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ള ആളുകൾ വളരെ പോസിറ്റീവ് എനർജിയുടെ ഒരു പ്രതീകമായിട്ടായിരിക്കും കാണുന്നത്. അത്തരം ആളുകളെ ഏത് സ്ഥാപനവും ഉയർത്തിക്കൊണ്ടുപോകാനായിട്ടായിരിക്കും തീർച്ചയായിട്ടും പരിശ്രമിക്കുന്നത്. 3-ാമത്തെ കാര്യം, ബെറ്റർ യുവർ സെൽഫ് കോൺസ്റ്റൻ്റ്ലി. ഓരോ ദിവസവും ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു 1 ഡിഗ്രി ചേഞ്ച്. ഇന്നലത്തേക്കാൾ 1 ഡിഗ്രിയും കൂടെ മികച്ചതായി ഇന്നെങ്ങനെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് എൻഹാൻസ് യുവർ നോളജ് എന്നുള്ളത്. നമ്മുടെ സ്കിൽസ്, നമ്മുടെ മൈൻഡ് സെറ്റ്, ഇതിനെയൊക്കെ ഒന്ന് കോൺസ്റ്റൻ്റായി ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ ഇന്നലത്തേക്കാൾ അല്പം കൂടെ ബെറ്റർ ആയോ. മറ്റുള്ളവരോടും ചോദിക്കുക നമ്മളെ പറ്റിയുള്ള ഫീഡ്ബാക്ക്, മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുക, പല ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഇൻസൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക. 4-ാമത്തെ കാര്യം, ടേക്ക് ഇനീഷ്യേറ്റീവ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്ഥാപനത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു പ്രോ ആക്റ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിനപ്പുറത്ത് എനിക്ക് എങ്ങനെ ആ കാര്യത്തിലും കൂടെ പങ്കാളിയാവാം, എന്ത് ചെയ്യാൻ സാധിക്കും, അങ്ങനെ എന്തെങ്കിലും വാല്യൂ അഡീഷൻ എൻ്റെ ഓർഗനൈസേഷൻ, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നൊരു മൈൻഡ് സെറ്റിൽ പ്രവർത്തിക്കുക. അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആളുകൾക്കാണ് എപ്പോഴും കരിയറിൽ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാവുന്നത്. 5-ാമത്തെ കാര്യം, സീക്ക് ടു ബി എ പ്രോബ്ലം സോൾവർ. ഈ പ്രോബ്ലം സോൾവർ എന്ന് പറയുന്നത് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. ഓർഗനൈസേഷനിലും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവും. പ്രോബ്ലങ്ങളെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം, എന്നിട്ട് ആ ഓപ്പർച്യൂണിറ്റി ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഇഷ്യൂസ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അവിടെ നമ്മൾ കാണിക്കുന്ന എബിലിറ്റി നിങ്ങളെന്ന് പറയുന്ന ലീഡറിനെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാൻ കാരണമാകും, അത് ഉറപ്പാണ്. കാരണം എല്ലാ ഓർഗനൈസേഷനിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും തന്നെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ഇഷ്യൂ വഷളാക്കുന്ന ആളല്ല, ഇഷ്യൂയെ സോൾവ് ചെയ്യുന്ന ആ എബിലിറ്റി ആയിരിക്കും നമ്മളെന്ന് പറയുന്ന ലീഡർക്ക് പ്രൊമോഷനും കരിയർ ഗ്രോത്തിനും ആസ് എ ലീഡർ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. 6-ാമത്തെ കാര്യം, ഡു നോട്ട് ബ്ലെയിം അതേഴ്സ്. സാധാരണ എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ഈ ബ്ലെയിം ഗെയിം എന്ന് പറയുന്ന കാര്യം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. ഈ കുറ്റപ്പെടുത്തി നമുക്കൊരിക്കലും ഒരു പരിധിക്കപ്പുറത്ത് ലീഡറാവാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മറ്റു പലരും ചിലപ്പോൾ ഇൻകോമ്പിറ്റൻ്റ് ആയിരിക്കും, ചിലരുടെ നെഗ്ലിജൻസ് ആയിരിക്കും, മറ്റുള്ളവർ ഉത്തരവാദിത്തം എടുക്കാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ദേഷ്യം വരുന്നത്. പക്ഷേ മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തന ശൈലി നല്ലതല്ല. മറ്റുള്ളവരെ പരമാവധി ബ്ലെയിം ചെയ്യാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം സോൾവർ ആകാനോ കറക്റ്റീവ് ആക്ഷൻ എടുക്കാനോ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ കരിയർ ഗ്രോത്തിന് നന്നാവുക. ആൻഡ് ഫൈനലി, ഷോ ഓണർഷിപ്പ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓണർഷിപ്പ് എടുക്കുക. ഇത് എൻ്റെ കമ്പനി, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, എൻ്റെ ടീം എന്നുള്ള ചിന്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അത് ടീമിൻ്റെ മുകളിലേക്ക് ഇടുക എന്നുള്ളതല്ല, അതിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ആക്ഷൻസും ഡിസിഷൻസിനുമൊക്കെ അക്കൗണ്ടബിൾ ആയിക്കൊണ്ട് ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ പങ്കെടുക്കുന്ന ഓരോ മീറ്റിങ്ങുകളും അല്ലെങ്കിൽ ഓരോ ചർച്ചകളും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ദിവസങ്ങളും ഏറ്റവും മികച്ചതാകണം എന്നുള്ള ആ ഓണർഷിപ്പ് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കരിയറിലും ഗ്രോത്ത് ഉണ്ടാവും, തീർച്ചയായിട്ടും പ്രൊമോഷൻ ലഭിക്കും. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ ഈ 7 കാര്യങ്ങളും വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ലീഡറായി മാറാനും മികച്ച രീതിയിൽ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും സാധിക്കും. താങ്ക് യു.